Hi friends, നമ്മൾ അടുത്തത് നോക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചാൽ സിമിലർ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് സപ്ലൈ എന്ന് പറയുന്നൊരു ചാപ്റ്ററിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് the degree of responsiveness of quantity demanded with respect to the change in price. പ്രൈസിൻ്റെ ചേഞ്ചിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ സിംപ്ലി ഡിമാൻഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അതാണ് ആ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ പല പല ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്, അതിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കറിയാം പ്രൈസിനോട് ഡിമാൻഡ് നെഗറ്റീവ്ലി മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ അല്ലേ? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇത് ഓൾറെഡി നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിലൂടെയും പഠിച്ചതാണ്. പക്ഷേ ആ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ആ റെസ്പോൺസസിന് പല പല ഭാവങ്ങളുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പല ഡിഗ്രീസ് ഉണ്ട്. അതിനെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഈ ടോപ്പിക് നമ്മളെ സഹായിക്കും. നമുക്ക് നോക്കാം. പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, പ്രൈസിൽ ഒരു ചേഞ്ച്, ചെറുതോ വലുതോ വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെ മനസ്സിലാക്കേണ്ട. പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് വിചാരിക്കും. അപ്പോൾ പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിലും ചേഞ്ച് ഉണ്ടാവും. ഒരു എക്സാമ്പിളിന് നമുക്ക് പ്രൈസ് കൂടി എന്ന് വിചാരിക്കും. അപ്പോൾ ഡിമാൻഡ് കുറയില്ലേ? ഉറപ്പായിട്ടും കുറയും. പ്രൈസിൽ ഒരു 10% ഇൻക്രീസ് ഉണ്ടായാൽ ഡിമാൻഡിൽ ഒരു 20% ഡിക്രീസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു മനസ്സിലായത്? പ്രൈസിലുണ്ടായ ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ഡിമാൻഡിലുണ്ടായിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനെയാണ്, ഈ ഒരു ഇലാസ്റ്റിസിറ്റിനെയാണ്, ഈ ഒരു റെസ്പോൺസീവ്നെസ്സിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന്, അല്ലെങ്കിൽ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് കുറച്ചുകൂടി ഒരു ഫ്ലാറ്റർ ആയിട്ടുള്ളൊരു ഡിമാൻഡ് കർവായിരിക്കും. കുറേ കൂടി ഫ്ലാറ്റ് എക്സാക്സിനോട് അടുക്കുന്ന പോലെ ഒരു ഫ്ലാറ്റർ ഡിമാൻഡ് കർവായിരിക്കും നിങ്ങൾക്ക് ഷേപ്പായിട്ട് കിട്ടുന്നത്. അതുപോലെ ഡിഗ്രി എഴുതാനാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ED എന്നാണ് എഴുതുന്നത്. ED ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനോ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പോ ഡിഗ്രിയോ എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം കേട്ടോ. അതേപോലെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, പ്രൈസിലൊരു ചേഞ്ച് ഉണ്ടായി, അതിനേക്കാൾ കുറവ് ചേഞ്ചാണ് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% ഇൻക്രീസ് പ്രൈസിലുണ്ടായാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് സേ ഒരു 5% കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രൈസിലുണ്ടായിരിക്കുന്ന ചേഞ്ചിനേക്കാൾ കുറവ് ചേഞ്ചാണ് ഡിമാൻഡിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ, ആ ഒരു ഇലാസ്റ്റിസിറ്റിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവ് കുറച്ചുകൂടി സ്റ്റീപ്പർ ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ, ലെസ് ഫ്ലാറ്റർ എന്ന് പറയും, സ്റ്റീപ്പർ ആയിരിക്കും ഡിമാൻഡ് കർവ്. ഇവിടെ നമ്മൾ പറയും ED ഈസ് ലെസ് ദാൻ 1. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. പ്രൈസിൽ ഒരു 10% ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിലും 10% ചേഞ്ച് ഉണ്ടാവും. ഈക്വൽ ചേഞ്ച്, പ്രൈസിൽ എത്ര ചേഞ്ച് ഉണ്ടായോ അത്ര തന്നെ ചേഞ്ച് ഡിമാൻഡിലും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ വിളിക്കും യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് കുറേ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഐ മീൻ സ്ട്രെയിറ്റ് ലൈൻ തന്നെ, പക്ഷെ ഫ്ലാറ്ററും അല്ല സ്റ്റീപ്പറും അല്ലാത്ത പോലെ ഇരിക്കും. അതിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നൊക്കെ വിളിക്കുന്നത്. കുറച്ചുകൂടി കേവായിട്ടും നമ്മൾ വരയ്ക്കാറുണ്ട് കേട്ടോ ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇതാണ് ED ഈക്വൽ ടു 1, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാറുണ്ട് ആൾക്കാർ, ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച്, ഒരു ഒട്ടും നമുക്ക് എവിഡൻ്റ് അല്ലാത്തൊരു ചെറിയ ചേഞ്ച് സംഭവിച്ചപ്പോൾ തന്നെ ഡിമാൻഡ് അൺലിമിറ്റഡ് ആയിട്ട് ചേഞ്ച് ആയിരിക്കും. സോ ആ ഷേപ്പ് വരുന്നത് ഇങ്ങനെയായിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. ഇതൊരു ഇമാജിനറി സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയും ED ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയും. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. വാട്ട് എവർ ബി ദ ചേഞ്ചസ് ഇൻ പ്രൈസ്, പ്രൈസിൽ എന്തൊക്കെ ചേഞ്ച് സംഭവിച്ചാലും ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ഡിമാൻഡ് റിമെയിൻസ് അൺചേഞ്ച്, ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിമാൻഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരലൽ ടു സ്ട്രെയിറ്റ് ലൈൻ, പാരലൽ ടു Y ആക്സിസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റെസ്പോൺസും ഇല്ല. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു 0. അങ്ങനെ 5 ഡിഗ്രീസ് ഉണ്ട്. ഇതേ ഡിഗ്രീസാണ് സപ്ലൈയിലുള്ളത്. നിങ്ങൾ ഡിമാൻഡും സപ്ലൈയും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡിമാൻഡ് കുറച്ചുകൂടി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്, സപ്ലൈ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് റൈസിങ്, ഒരു ഇങ്ങനെ അപ്വേർഡ് റൈസിങ് കർവാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ വരുള്ളൂ. പക്ഷേ ഏറെക്കുറെ ഡിഗ്രീസും പേരുകളും ഒക്കെ സെയിം ആണ്, ഡിമാൻഡിന് പകരം സപ്ലൈ യൂസ് ചെയ്താണ്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ 5 ഡിഗ്രീസ് ഉണ്ട്. ആ 5 ഡിഗ്രീസ് എന്താണെന്നുള്ളതും ഷേപ്പിൻ്റെ പേരും ഗ്രാഫിലെ ഡിമാൻഡ് കർവ്സ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന്
ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാം.